സാക്ഷികളുണ്ടല്ലോ, സാക്ഷികൾ വേണം. അല്ല എന്താ ഇവിടെ ചെയ്യാൻ പോണേ? ആത്മഹത്യ ചെയ്യാൻ പോവാ. ഞാൻ കെട്ടിത്തൂങ്ങിച്ചാകാൻ പോകണ്ടോ? അതിന് കയറ് വയറലല്ലോ കെട്ടേണ്ടത്, കഴുത്തിലല്ലേ? കഴുത്തിൽ കെട്ടിയ ശ്വാസം മുട്ടും, അറിയാം. ഞാൻ ആത്മഹത്യ ചെയ്യും. എനിക്ക് ഈ ഭൂമി ജീവിക്കണ്ട. കാരണം എന്താ? നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്താലും എന്റെ വീട്ടിലെ പെണ്ണുമ്പിള്ളയുടെ വീട്ടുകാർക്ക് ഒരു അംഗീകാരമില്ല. എന്നെ കുതിരെ തല്ലുവാണ്, പട്ടിയെ പോലെ തല്ലുവാണ് വൈഫിന്റെ വീട്ടുകാര്. പിന്നെ ഞാൻ എന്തിനു ജീവിച്ചിരിക്കണം? ഞാൻ ഇന്ന് ഇവിടെ ഈ ഫ്ലോറിൽ ഞാൻ കെട്ടിത്തൂങ്ങിച്ചാവും. ഇവിടെ കെട്ടിത്തൂങ്ങിയാൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തം പറയാൻ പറ്റൂല കേട്ടോ. നിങ്ങൾ സാക്ഷി പറയണം, നിങ്ങൾ സാക്ഷി പറയണം. അങ്ങേരും മനോവേദന കൊണ്ട് ചത്താന്ന് പറയണം. അല്ല ഇവിടെ ക്യാമറ ഉണ്ട്, ഇത്ര ക്യാമറയിൽ ഷൂട്ട് ചെയ്യും. ഷൂട്ട് ചെയ്യട്ടെ. എനിക്ക് തെളിവ് വേണമല്ലോ. വരാമെന്ന് പറഞ്ഞ ആളും സമയത്തിന് എത്തുന്നില്ലല്ലോ. ഞാൻ നിന്ന് മെഴുകാണ്. വന്നു കാരണക്കാരി വന്നിട്ടുണ്ട്. സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള ഒരാളാണ് ഞാൻ. സാമൂഹ്യ പ്രതിബദ്ധത എന്നോടാണ് ഈ തിക്തമായ അനുഭവങ്ങൾ എനിക്കുണ്ടായത്. ഈ തിക്തമായ അനുഭവങ്ങൾ നിങ്ങളെ പോലുള്ള മനുഷ്യര് ഭൂമിക്ക് വേണ്ട. ഭൂമിക്ക് ഭാരം, കുടുംബത്തിന് ഭാരം. നിങ്ങൾ ചാവുന്ന തന്നെയാ നല്ലത്. ഞാൻ ചാവൂടി. ചത്തോ നിങ്ങള്? ചത്തോതാ നല്ലത്. എന്റെ പൊന്ന സാറുമാരെ, സത്യമായിട്ടും ഇയാളെ കളഞ്ഞിട്ട് ഞാൻ ഭർത്തൃമതിയായിട്ട് ജീവിക്കാൻ പോവാ. ഭർത്തൃമതി എന്ന് പറഞ്ഞ ഭർത്താവ് ഭർത്താവുമായിട്ട് കല്യാണം കഴിച്ച് ജീവിക്കുന്ന പെൺകുട്ടി എന്നല്ലേ അർത്ഥം? അല്ലല്ല, ഭർത്താവിനെ മതിയാക്കിയിട്ടുള്ള ജീവിതം മതി. നമ്മള് പഠിച്ചേക്കണ വേറെ. ഭർത്തൃമതി എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഉള്ള അങ്ങനെയല്ല. എന്താ ശരിക്കും അതിന്റെ അർത്ഥം? എന്തുവാ? ഭർത്താവുള്ള സ്ത്രീകൾ. ഭർത്താവുള്ള, അങ്ങനെയാണോ അതിന്റെ അർത്ഥം? അയ്യോ, എനിക്ക് അങ്ങനെ വേണ്ട. എനിക്ക് ഇയാളെ വേണ്ട. ഞാനും എന്റെ പിള്ളേരും കൂടെ ഒറ്റയ്ക്ക് ഞാൻ ജീവിച്ചോളാം, സമാധാനമായിട്ട് ജീവിച്ചോളാം. എന്നാലും എനിക്ക് ഇനി ഇയാളെ വേണ്ട. കയറഴിച്ച് വേറെ പരിപാടിക്ക് നോക്കുക. നിങ്ങൾ കാണിച്ച നല്ല പ്രവൃത്തിയാണോ? എന്തോ കാണിച്ചത്? എന്റെ വീട്ടുകാർ നിങ്ങളെ എടുത്തിട്ട് ഇടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഉണ്ടായിട്ട് തന്നെ. എന്താ കാരണം എന്നറിയാമോ സാറേ? ദീപാവലി ആയിരുന്നല്ലോ. എന്റെ മക്കൾക്ക് ഭയങ്കര ആഗ്രഹം കുറച്ച് പടക്കം മേടിക്കണമെന്ന്. കയ്യിൽ സത്യം പറഞ്ഞാൽ 10ന്റെ പൈസ ഇല്ലാതെ ഞാൻ കുറച്ച് എവിടുന്നൊക്കെയോ ഒപ്പിച്ചിട്ട് ഞാൻ ഇയാളുടെ അടുത്ത് പൈസ കൊടുത്തിട്ട് പറഞ്ഞു, മക്കളുടെ ആഗ്രഹമല്ലേ, കുറച്ച് പടക്കം മേടിച്ചിട്ട് വാന്ന് പറയും. നിങ്ങൾക്കൊക്കെ മക്കളുള്ളതല്ലേ അല്ലേ? നിങ്ങളൊരു ആഗ്രഹം പറഞ്ഞാൽ നിങ്ങൾ ചെയ്യൂലേ? ഞാൻ ഇയാളുടെ അടുത്ത് പറഞ്ഞു കുറച്ച് പടക്കം മേടിച്ചിട്ട് വാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇന്ന് നിങ്ങളെ വിളിക്കുള്ളൂ. ദീപാവലിയുടെ അന്ന് വീട്ടിൽ നിന്ന് പോയതാ. ഇന്ന് 7 ദിവസമായി. ഇന്ന് വെളുപ്പിനെ ഇയാൾ കയറി വരുന്നത്, അറിയാമോ? എനിക്കൊരു കാര്യം അറിയണം. ഞാൻ തന്ന പൈസ എവിടെ പോയി? നിങ്ങൾ പിന്നെ ഇത്രയും ദിവസം എവിടെയായിരുന്നു? അത് മാത്രം എനിക്ക് അറിയണം. എന്നിട്ട് നിങ്ങൾ തൂങ്ങിച്ചത്ത പോയി. ഇവിടെ പടക്കത്തിന് തന്ന പൈസ എടുത്ത് ഞാനൊരു ഫുൾ എടുത്ത് അടിച്ചു. അതിനെന്താ തെറ്റെന്താ? കുഴപ്പമെന്താ? അതെന്റെ ആത്മാർത്ഥം കൊണ്ടാണ്, എന്റെ സ്നേഹം കൊണ്ടാണ്, എന്റെ മനസ്സിന്റെ നന്മ നിങ്ങൾ കാണുന്നില്ല. ഇതാണ് നിങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധത. എവിടെയാണ് നന്മയുള്ളത്? ഞാൻ ബിവറേജിന്റെ ഫ്രണ്ടിൽ കൂടെ ഞാൻ പടക്കം മേടിക്കാൻ പോയതാണ്. ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ അടുക്കി മദ്യം ഇങ്ങനെ വെച്ചേക്കാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് മദ്യം വേണ്ട. എന്റെ കയ്യിലിരിക്കുന്ന കാശ് മദ്യം മേടിക്കാനുള്ളതല്ല, എന്റെ കുഞ്ഞുങ്ങൾക്ക് പടക്കം മേടിക്കാനുള്ള പൈസയാണ്. അതുകൊണ്ട് എനിക്ക് മദ്യം വേണ്ട. ഞാൻ എന്റെ മനസ്സിനോട് പറഞ്ഞു. ഞാൻ മുന്നോട്ട് നടന്നപ്പോൾ പുറയുന്നത് എന്നും ചേർക്കിടുന്ന കുറെ ടീമുകൾ എന്നെ വിളിച്ചിട്ട്, എവിടെ പോന്നു, നമുക്കൊന്ന് ദീപാവലികളിൽ ഒരെണ്ണം ചേർട്ട് എടുത്ത് നമുക്ക് അടിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല സഹോദര, ഇതെന്റെ പിള്ളേർക്ക് പടക്കം മേടിക്കാനുള്ള കാശാണ്, ഞാൻ ഇന്നില്ല, ഞാൻ വരുന്നില്ല എന്നും പറഞ്ഞു. ഞാൻ മുന്നോട്ട് നടക്കുകയാണ് ചെയ്തത്. അങ്ങനെ ചെയ്തവനാണ് ഞാൻ. കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ എന്റെ കരണിൽ ഇരുട്ട് കയറി. എനിക്കെന്തോ വല്ലാത്തൊരു പ്രയാസം, എന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന കുറെ സംഭവങ്ങൾ എന്റെ മനസ്സിലൂടെ മിന്നിമഞ്ഞു. ഞങ്ങൾ കുടിയന്മാർ ഒന്നടങ്കം ഈ തീരുമാനമെടുത്താൽ ആ ബിവറേജിലിരിക്കുന്ന മദ്യം അവിടെ ഇരുന്ന് പോകത്തില്ലേ? അവിടുത്തെ ജീവനക്കാർ, അവരുടെ കുടുംബങ്ങൾ അനാഥമാവില്ലേ? അവരുടെ മക്കൾ, അവരുടെ വിദ്യാഭ്യാസം എങ്ങനെ നടക്കും? അതും പോട്ടെ, സാമൂഹ്യ പ്രതിബദ്ധത അതാണ്. ആ ബിവറേജിന്റെ ഫ്രണ്ടിൽ ഒരു മുത്തശ്ശേരിപ്പുണ്ട്, വൈരാത്ത കുഞ്ഞിരിക്കുന്ന, അവർ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട, അച്ചാർ, ഇതൊക്കെ ആര് വാങ്ങും? അവരുടെ വാദത്തിനുള്ള തൈലം നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമോ? ഇതാണ് ഞാൻ പറഞ്ഞത്. സമൂഹമേ, ഞാൻ ചെയ്ത തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷ വിധിക്കാം, ഞാൻ റേറ്റ് വാങ്ങാം. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ. ഇതൊന്നും സാമൂഹ്യ പ്രതിബദ്ധത ഒന്നും അല്ല. നിങ്ങളെ പോലുള്ള കുടിയന്മാരെല്ലാരും പോത്തുകൾ. നിന്റെ അച്ഛന് രാവിലെ കാടിയും പിണ്ണാക്കോ കൊടുത്തിട്ടാണോ നീ ഇങ്ങോട്ട് വന്നേ? എന്റെ അച്ഛന് കാടിയും പിണ്ണാക്കോ അല്ല, അയാൾ പലപ്പോഴും എന്റെ കൂടെ ഓസിന് മേടിച്ച് നന്നിയിട്ടുണ്ട്. അതുകൊണ്ടാ പറഞ്ഞത്. അപ്പൊ ആണുങ്ങളെല്ലാം പോത്താന്ന് പറഞ്ഞത് നിന്റെ അച്ഛനും ആ ഗണത്തിൽ പെടുവല്ലോ. നീ മദ്യത്തെ ആക്ഷേപിക്കരുത്. എന്റെ കുടുംബത്തോട്ട് വരണമെങ്കിൽ കുറച്ചൊരു തറവാടിത്തരം വേണം. എനിക്കിത് കേൾക്കുമ്പോഴാണ് കലി വരുന്നത്. തറവാടെന്നൊക്കെ പറയുന്നതിന്റെ ഒരു അന്തസ് വേണ്ടി. ഇവരുടെ തറവാടിന്റെ മഹത്വം എന്താണെന്നറിയാമോ? ഇവരുടെ വീടിന്റെ തൊട്ട് ഫ്രണ്ടിൽ കൂടെ ഒരു പഞ്ചായത്ത് റോഡ് പോകുന്നുണ്ട്. അത് ടാർ ചെയ്തിട്ടില്ലായിരുന്നു. ആദ്യമായിട്ട് ടാർ ചെയ്യുന്ന അന്ന് ടാർ ഉരുക്കാൻ വേണ്ടി അടുപ്പ് കൂട്ടി.
അവിടെ സാമിക്കഞ്ഞി വിളമ്പുവാന്നും പറഞ്ഞ് വലിയ ചരുവ് എടുത്തോണ്ട് പോയി അവിടെ പോയി ഇരുന്നോളാവുകൾ. സാറിന് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ. നിങ്ങൾ എന്റെ അച്ഛൻ എന്തോരം പറഞ്ഞാന്നറിയോ, നല്ലൊരു ബിസിനസ് തുടങ്ങി തരാന്ന്. അപ്പൊ ഇങ്ങനെ പറയാ, ഇങ്ങർക്ക് ഒരു ബിസിനസ്സും വേണ്ട, കള്ള് ബിസിനസ് മതിയില്ല. കള്ള് കച്ചവടം ഏറ്റവും നല്ലതെന്ന്. സത്യസന്ധതയുള്ള ഒരു ബിസിനസ്, ഒറ്റയൊരു ബിസിനസ് ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്ത് ഉള്ളത് അത് കള്ള് കച്ചവടം മാത്രമേ ഉള്ളൂ. അതിന് തെളിവ് എൻ്റെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. എന്ത് തെളിവാണുള്ളത്? ഇപ്പൊ നമ്മൾ TV തുറന്നാൽ പല പരസ്യങ്ങളും കാണാറില്ലേ? പരസ്യത്തിൽ എന്താ പറയുക? ഒരു സോപ്പിന്റെ പരസ്യം എടുത്ത ഉദാഹരണം. സോപ്പിന്റെ പരസ്യത്തിൽ എന്താ പറയുന്നത്? 10 ദിവസം കൊണ്ട് നിങ്ങളുടെ മുഖകാന്തി വർദ്ധിക്കും, നിങ്ങളുടെ ചർമ്മം ഇതാവും, ഏതാണ്ടൊക്കെ ഒന്ന് പറയാണ്. ഒരാഴ്ച കഴിഞ്ഞ് 1 വർഷം തേച്ചാലും കുടുംബം വെളുക്കുന്നതല്ലാതെ നമ്മൾ വെളുക്കുവോ ആ സോപ്പിട്ട് തേച്ചാൽ? പക്ഷെ ഞങ്ങളുടെ മദ്യം ആരും ചതിക്കത്തില്ല. സത്യസന്ധമായ രീതിയിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതെങ്ങനെയത്? കുപ്പിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. എന്തൊക്കെയാണ്? എന്നോടും മക്കളോടും ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുവോ? നിന്നോട് സ്നേഹമില്ലെന്ന്? എന്നോട് സ്നേഹവും ഇല്ല നിങ്ങൾക്ക്. അത് നിനക്ക് തോന്നുന്നല്ലേ? ഇതൊക്കെയാണെങ്കിൽ എനിക്ക് ഇവരോട് സ്നേഹമുണ്ട്. പക്ഷെ ഇവിടെ എന്നെ മനസ്സിലാക്കുന്നില്ലെന്നേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ ബിവറേജിന്റെ ഫ്രണ്ടിൽ കിടന്ന് തള്ളുകയാണ്. അപ്പൊ പുറകേന്ന് ഒരുത്തൻ വിളിച്ചു പറയാ, ഡാ ഞാൻ ജോലിക്കും വേലയ്ക്കും ഒന്നും പോകാതെ നീ ഇങ്ങനെ കുടിച്ചും പെടുത്തും നടന്നോ? നിന്റെ പെണ്ണും പിള്ളേ നിനക്ക് വേണമെങ്കിൽ എന്നെ കുടുംബത്തിലോട്ട് എന്റെ വീട്ടിൽ കൊണ്ട് വിട്ടാ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. അതെ, എന്നിട്ട് നിങ്ങൾ ഇത് കേട്ടോണ്ട് വന്നോ? നല്ലത് കൊടുക്കാറില്ല നിങ്ങൾക്ക് എന്നെ പറ്റി പറഞ്ഞപ്പോ? ഞാൻ കേട്ടോണ്ടിരിക്കുന്നു. എടി നിന്നെ പോലല്ല ഞാൻ. അപ്പൊ അവിടെ ഈ ബിവറേജിന്റെ അവിടെ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു മുളയുടെ ഒരു കുച്ചി ഞാൻ ഞൂരി അവന്റെ തലമുണ്ട നോക്കി ഒറ്റ കീറി ഞാൻ കൊടുത്തു. 18 സ്റ്റിച്ചെങ്കിലും കാണും. ചിലപ്പോ ഇപ്പൊ തീർന്നു കാണും. ഇന്ന് രാവിലെ നടന്ന സംഭവമാണ്. നന്നായി ഭാര്യമാരെ പറയുന്നവന്മാരെ ഇങ്ങനെ തന്നെ ചെയ്യണം. എനിക്കറിയാവുന്ന ആരെങ്കിലും വരുന്ന കേട്ടോ? അത് നിന്റെ അച്ഛൻ. എന്റെ അച്ഛനെ തലക്കിട്ടാണോ നിങ്ങൾ അടിച്ചത്? നിന്റെ അച്ഛന്റെ തലക്കിട്ട് അടി അടിച്ചത്. അവിടെ അച്ഛൻ ബഹത്തച്ഛൻ. എന്നാ പിന്നെ ഞാൻ അവിടെ പോട്ടെ. എന്താ വിഷയം നടക്കത്തില്ല. ചിലപ്പോൾ ജയിലിൽ പോകും, ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. രണ്ടും ഉറപ്പാണ്.